നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗതാഗത മന്ത്രി കസേരയിൽ എത്തിയിട്ട് ചുരുങ്ങിയ മാസം മാത്രമേ ആയിട്ടുള്ളൂ. എങ്കിലും ഇതിനോടകം നിരവധി മാറ്റങ്ങൾ, പരിഷ്കാരങ്ങൾ മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ കൊണ്ടുവന്നിട്ടുണ്ട്. പലതിനും മലയാളികൾ ഒന്നടങ്കം കൈയടിച്ചിട്ടുണ്ട്. പുതിയ മന്ത്രിയുടെ പുതിയ പരിഷ്കാരങ്ങൾ, പുതിയ മാറ്റങ്ങൾ നന്നായി എന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇപ്പോഴിതാ കാര്യങ്ങൾ നേരെ മറിഞ്ഞിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ച് ഉത്തരവിറക്കിയത് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരിക്കുകയാണ്. മന്ത്രിയുടെ കോലം കത്തിക്കുന്ന തരത്തിലേക്ക് പ്രതിഷേധങ്ങൾ നീങ്ങിയിരുന്നു. ഇപ്പോൾ ഇതാ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് രാവിലെ മുതൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഗതാഗത മന്ത്രിക്കെതിരെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ, ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. പ്രതിഷേധം കനത്തതോടെ നിലപാടുകളിൽ അയവ് വരുത്തി ഗണേഷ് കുമാർ. ഇന്നു മുതൽ മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിച്ചിരുന്നില്ല എന്ന് കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. വകുപ്പിലെ ചർച്ച ചില ഉദ്യോഗസ്ഥർ ചോർത്തി നൽകിയെന്നും അദ്ദേഹം ആരോപിച്ചു. ഡ്രൈവിംഗ് സ്കൂൾ കോക്കസും ഒത്തുകളിക്കുകയാണെന്നും മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ആരോപിക്കുകയുണ്ടായി. വിവരം ചോർത്തിയവരെ കണ്ടെത്തി നടപടിയെടുക്കുമെന്നും മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പ്രതികരിച്ചിരിക്കുകയാണ്. എന്തായാലും വകുപ്പിലെ ചർച്ച അത് ചില ഉദ്യോഗസ്ഥർ ചോർത്തിയിരിക്കുന്നു എന്നും ആ ചോർത്തിയത് ആരാണോ അവരെ കണ്ടെത്തി നടപടിയെടുക്കുമെന്നുമാണ് ഇപ്പോൾ മന്ത്രി അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു മന്ത്രിക്കെതിരെ ഉയർന്നത്. ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ കോലം കത്തിക്കുന്ന തരത്തിലേക്ക് ഇന്ന് രാവിലെ ഈ സംഭവ വികാസങ്ങൾ നീങ്ങിയിരുന്നു. എന്തായാലും ഈ ഒരു സംഭവം ചോർത്തി നൽകിയവരെ കണ്ടെത്തി ശിക്ഷിക്കും, അല്ലെങ്കിൽ നടപടിയെടുക്കുമെന്നാണ് മന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പുതിയ പരിഷ്കാരങ്ങൾ വലിയ വിനയായി മാറിയിരുന്നു. മന്ത്രിക്കെതിരെ വ്യാപക പ്രതിഷേധമായിരുന്നു മലപ്പുറത്തും അതുപോലെ തന്നെ കോഴിക്കോടും ഉണ്ടായത്. കോഴിക്കോട് മുക്കത്ത് മന്ത്രിയുടെ കോലം കത്തിച്ചു. കൊല്ലം, കോഴിക്കോട്, മലപ്പുറം, തിരൂർ, മുക്കം, കാസർഗോഡ് എന്നിവിടങ്ങളിലായിരുന്നു രൂക്ഷമായ പ്രതിഷേധം കെ.ബി. ഗണേഷ് കുമാറിനെതിരെ ഉയർന്നത്. സാധാരണ നിലയിൽ 100 മുതൽ 180 വരെയുള്ള ആളുകൾക്ക് ദിവസത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താറുണ്ട്. ഇത് 50 ചുരുങ്ങുമ്പോഴുള്ള പ്രായോഗിക പ്രശ്നങ്ങളായിരുന്നു പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടിയത്. ഡ്രൈവിംഗ് ടെസ്റ്റ് 50 പേർക്ക് മാത്രമായി പരിമിതപ്പെടുത്താനുള്ള തീരുമാനത്തിനെതിരെയാണ് പ്രതിഷേധം ശക്തമായത്. മെയ് 1 മുതൽ പുതിയ രീതിയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തണമെന്നുള്ള ഉത്തരവ് നേരത്തെ പുറത്തിറങ്ങിയിരുന്നു. പുതിയ ട്രാക്കിൽ പരീക്ഷ നടത്തേണ്ടത് 30 പേർക്ക് മാത്രമാണ്. ട്രാക്ക് നിർമ്മിക്കാനുള്ള ചെലവ് ആര് വഹിക്കും? ടെസ്റ്റ് 30 ചുരുങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ എന്നിവയിൽ തീരുമാനമാകാതിരിക്കുമ്പോഴായിരുന്നു മറ്റൊരു വിചിത്ര നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചത്. ഒരു കേന്ദ്രത്തിൽ 50 പേരുടെ ടെസ്റ്റ് നടത്തിയാൽ മതിയെന്നായിരുന്നു കെ.ബി. ഗണേഷ് കുമാറിന്റെ നിർദ്ദേശം. ഈ നിർദ്ദേശമാണ് ഇപ്പോൾ ജനങ്ങളുടെ അതിരൂക്ഷമായ പ്രതിഷേധങ്ങളിലേക്ക് നയിച്ചത്. ദിവസവും 180 എണ്ണം വരെ ഉണ്ടായിരുന്ന ടെസ്റ്റുകളാണ് വെട്ടിക്കുറച്ചത്. ഇന്നലെ ചേർന്ന RTOമാരുടെ യോഗത്തിലായിരുന്നു മന്ത്രിയുടെ നിർദ്ദേശം. എന്നാൽ ഈ അപേക്ഷകരെ എങ്ങനെ തിരഞ്ഞെടുക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പിന് വ്യക്തതയില്ല. ഗതാഗത സെക്രട്ടറിയും ഗതാഗത കമ്മീഷണറും യോഗത്തിൽ പങ്കെടുത്തില്ല. മെയ് 1 മുതൽ നടപ്പിലാക്കാനിരിക്കുന്ന പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പുതിയ നിയന്ത്രണങ്ങൾ കഴിഞ്ഞ ദിവസം വന്നത്. പുതിയ തീരുമാനത്തിൽ പ്രതിഷേധവുമായി ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാർ കഴിഞ്ഞ ദിവസമേ രംഗത്തെത്തിയതാണ്. ഗണേഷ് കുമാർ വന്ന ശേഷം സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ച് ഉത്തരവിറങ്ങിയിരുന്നു. മാറ്റങ്ങൾ മെയ് 1 മുതൽ പ്രാബല്യത്തിൽ വരും. പ്രതിദിനം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ടവരുടെ എണ്ണം 30 നിജപ്പെടുത്തി. ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഉപയോഗിക്കുന്ന വാഹനത്തിൽ ടെസ്റ്റ് റെക്കോർഡ് ചെയ്യാനുള്ള ഡാഷ്ബോർഡ്, ക്യാമറ ഘടിപ്പിക്കണം തുടങ്ങി നിരവധി മാറ്റങ്ങളായിരുന്നു പരിഷ്കരിച്ച ടെസ്റ്റിനുള്ളത്. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിക്കുമെന്നതാണ് കെ.ബി. ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റ ഉടൻ ആദ്യം പ്രഖ്യാപിച്ചത്. ഇതിനായി 10 അംഗ കമ്മിറ്റിയെയും രൂപീകരിച്ചിരുന്നു. കമ്മിറ്റിയുടെ റിപ്പോർട്ട് വിശദമായി പഠിച്ചാണ് പരിഷ്കാരങ്ങൾ വരുത്തിയത്. ഇരുചക്ര വാഹനങ്ങളുടെ ടെസ്റ്റിന് കൈകൊണ്ട് ഗിയർ പ്രവർത്തിപ്പിക്കുന്ന വാഹനത്തിനു പകരം കാലിൽ ഗിയറുള്ള വാഹനം നിർബന്ധമാക്കി. കാർ ലൈസൻസ് എടുക്കാൻ ഓട്ടോമാറ്റിക് ഗിയറുള്ള വാഹനം, ഇലക്ട്രിക് വാഹനം ഉപയോഗിക്കാൻ പാടില്ല എന്നതടക്കമുള്ള പരിഷ്കാരങ്ങളാണ് വരുത്തിയത്. പക്ഷെ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു പരിഷ്കാരമാണ് അത് വലിയ രീതിയിലുള്ള ജനരോക്ഷത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. എന്തായാലും മന്ത്രി ഇപ്പോൾ ആ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ്. നിലപാടുകളിൽ അയവ് വരുത്തിയിരിക്കുകയാണ് അദ്ദേഹം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.